ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോകുന്നതാണ്. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉൾപ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാലിക്കിനോടെ കാണാനുണ്ട്. ഇത്രയും ദിവസം അവിടെ നിർത്തിയിട്ട് പോയതാണ്. 2 ദിവസം എന്ന് വിചാരിച്ച് പോയതാണ്. കണ്ടില്ലേ, നമ്മൾ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ നടക്കും. ഇത്രയും സേഫ് ആക്കിയിട്ട് നിർത്തിയിട്ടിരിക്കണം. ഞാൻ ഇവിടെ നിന്ന് നിർത്തിയിട്ട് പോയിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. അവരങ്ങോട്ട് കയറ്റിയിട്ട് ഒതുക്കിയിട്ടിരിക്കണതാ. ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടാ. അതായത് ബലോട് സ്റ്റാർട്ടാക്കി ഇടാൻ പറഞ്ഞിരുന്നു ഞാൻ. നമ്മൾ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ. ഇവിടുത്തെ വീടുകളാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഷീറ്റ് ഇതൊക്കെ ഇങ്ങനത്തെ തുണികളൊക്കെ മറിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മാലിക്കിനെ ഫ്രണ്ടിൽ മാത്രം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് വെള്ളം തെളിപ്പിച്ചെടുത്ത്. പിന്നെ അതൊരു പള്ളിയാണ്. പക്ക ഗ്രാമമാണ്. അവിടെ അങ്ങനെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മലനിരകളാണ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ചെറിയ വീടുകളാണ്. പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതുപോലത്തെ ശീലകളൊക്കെ വെച്ചിട്ടാണ് മതിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ജീവിതം. ഇതിനുള്ളിൽ ഒരു വീടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടാ, ഒരു ചെറിയൊരു കുടിലാണെന്ന് തോന്നുന്നുണ്ട്. എന്താല്ലേ, കുടിൽ തന്നെയാണ് കേട്ടോ അവിടെ. ഇതവരെ സാധനങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. ഇതൊരു കുടിലാണ് കേട്ടോ. അപ്പുറത്ത് കൂടിയാണ് കയറല്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾ താമസിക്കുന്ന വീടാണ്. ചിറ്റൂർ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. മുന്നിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടോ പരിപാടി നടക്കല്. ഈ കാണുന്ന വീടുകളൊക്കെ അല്ലേ ഈ സൈഡില്, അവിടുത്തെ ഒക്കെ ഒരു പരിപാടി നടത്തുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് വല്ല കല്യാണമാണോ നടക്കുന്നത് ഒരു ഡൗട്ടുണ്ട്. മനോഹരമായ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ചിറ്റൂരിലെ ബാർബർ ഷോപ്പ്. നമ്മുടെ നാട്ടിലെ ബാർബർ ഷോപ്പിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിൽ വളരെ ഭംഗിയുള്ള ബാർബർ ഷോപ്പ് തന്നെയാണ്. ഇവർക്കൊക്കെ വിശ്വാസത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ദേവീദേവന്മാരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ തന്നെ കടകളിലൊക്കെ തന്നെ പ്രദർശിപ്പിച്ചത് കാണാൻ സാധിക്കും. അത് ഈ ഒരു കടയിൽ നിന്ന് മാത്രമല്ല, പല കടകളിലും ഏത് കടയിൽ കയറിയാലും നമുക്ക് ആ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വൃത്തിയുള്ളൊരു ബാർബർ ഷോപ്പായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ മോഡലൊന്നും പ്രതീക്ഷിക്കേണ്ട, നോർമലായിട്ടുള്ള രീതിയിലുള്ള കട്ടിങ് മാത്രമേ ഇവിടെ ഉള്ളൂ. ചിലപ്പോൾ ഇവർക്ക് അതേ പരിചയം ഉണ്ടായിരിക്കുകയുള്ളൂ. 2 ദിവസം പെരയിൽ നോമ്പ് കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് പോരാന്ന് കരുതിയിട്ടേ നാട്ടിലേക്ക് പോകുന്നതായിരുന്നു. അങ്ങനെ 15 നോമ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് തിരിച്ചു വരുന്നത്. കാരണം പോരാൻ തോന്നണ്ട ഈ ചൂട് ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മൾ പിന്നെ യാത്രയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണത് വൈകിട്ട് അത്തറിൻ്റെ പരിപാടി കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ. പിന്നെ വേറെ ജോലി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതിലേക്ക് ഇപ്പോൾ കൺവേർട്ട് ആയപ്പോൾ ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളിങ്ങനെ ഒരുക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിങ്ങനെ ചെയ്തു പോവല്ലേ. അങ്ങനെ ഏതായാലും നാട്ടിലേക്ക് വന്ന് 2 ദിവസം നിൽക്കുക, 2 നോമ്പ് കൂടിയിട്ട് തിരിച്ചു പോരാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നിർത്തതാ 15 നോമ്പ് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചിറ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലൊരു ജില്ലയാണ്. അതുപോലെ തന്നെ വലിയൊരു ഏരിയയാണ്. ഇതാണ് ചിറ്റൂരിൻ്റെ ഏകദേശം ഏരിയകൾ. നമ്മൾ രാവിലെ തന്നെ നീച്ച് തിരുമ്പിക്കുളി കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൂടുതലും ഉപയോഗിക്കൽ നമ്മൾ മറ്റേ പമ്പുകളാണ്. പമ്പുകളിൽ നിന്ന് നമ്മൾ അന്നാമത്തെ ഡ്രസ്സുകൾ തിരുമ്പാണെങ്കിൽ നല്ല സുഖമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റെഡിമെയ്ഡ് കല്ലുണ്ടല്ലോ, ആ കല്ല് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ബാത്റൂമും കൊണ്ട് വെച്ചിക്കാണ്ട് അതിൻ്റെ മേലെ വെച്ച് കുത്തി തിരുമ്പും ഒന്ന് സർഫിലിട്ട് എടുത്തിട്ടേ. പിന്നെ ഇതൊക്കെ സാധനങ്ങളാണ് ഈ കിടക്കുന്നതൊക്കെ ബാക്കിൽ. ഇവിടെ അങ്ങനെ കിടക്കും ചെയ്യും അടിപൊളിയായിട്ട്. പിന്നെ ഗ്ലാസ് ചെറുതായിട്ട് താത്തിട്ട് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഉറങ്ങാം. ഈ ഒരു ഫാൻ ഇങ്ങനെ ഓണാക്കിയിടും ഉള്ളത്തെ ഈറ്റ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പൊതുവെ ആന്ധ്രാപ്രദേശിലെ ഒരു നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റാണ്, അതായത് കേരളത്തിനോട് അനുയോജിച്ച ഒരു ക്ലൈമറ്റാണ്. ഓ आपका चैनल का नाम? फूड एक्सप्लोरिंग. अच्छा, मैं इधर ही है. थोड़ा दूर से आएगा. थोड़ा दूर से जाएगा. 25 किलोमीटर, 30 किलोमीटर, 50 किलोमीटर. ये टाउन में आने के टाइम बाहर जाएगा. बाद में कौन सा देखने का वापस रिटर्न टाउन में आता. ऐसा मॉडल. किधर जाएगा? ठीक है. നോമ്പാണ്, പക്ഷേ ഇവിടെ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സാധാരണ ജീവിതം പോലെ തന്നെയാണ് ഇവിടുത്തെ ജീവിതങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടിലെ പോലെ നോമ്പായി കഴിഞ്ഞാൽ അടച്ചിട്ട് കണ്ടുള്ള കച്ചവടം അല്ലെങ്കിൽ മറച്ച് ചെയ്യാനുള്ള കച്ചവടം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ സാധാരണഗതിയിൽ ആൾക്കാർ എന്താണ് ചെയ്യണത്, മുസ്ലിംസ് ആൾക്കാർ അത് ഇവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബിരിയാണി കച്ചവടം ചെയ്യുന്നവർ ബിരിയാണി കച്ചവടം ചെയ്യുന്നുണ്ട്, ജ്യൂസിൻ്റെ കച്ചവടം ചെയ്യുന്നവർ ജ്യൂസിൻ്റെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്.
ചിത്തൂരിൻ്റെ മെയിൻ ടൗണിലേക്ക് കടക്കുന്ന ഒരു ഏരിയ ഉണ്ടത്. മെയിൻ റോഡാണ് ഈ കാണുന്നത്. ബൈപ്പാസിൽ നിന്ന് വരുന്ന റോഡ്, കളക്ട്രേറ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വലിയൊരു ഹോട്ടലാണ്, ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. നമ്മൾ നാട്ടിലിരുന്ന് കാണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് പോലത്തെ ആന്ധ്രാപ്രദേശ് അല്ല ഇപ്പോൾ പൊതുവേ ഉള്ള ആന്ധ്രാപ്രദേശ്. നിങ്ങൾ കൾച്ചർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇന്നലെ രാത്രി കണ്ട സംഭവം എന്താണെന്നറിയോ? നമ്മൾ ബത്തേരിയൊക്കെ നടക്കുന്നത് പോലെ രാത്രി കുറേ ആൾക്കാർ ഈ കടകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അപ്പോൾ എവിടേക്ക് എത്തി നമ്മളെ നാട് എന്നുള്ളത്, സോറി ആന്ധ്രാപ്രദേശ് അപ്പോൾ എവിടെ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആളുകളെ കൾച്ചർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു 10-15 കൊല്ലം ബാക്കിലാണെങ്കിലും കുറേയേറെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ബിസിനസ് മേഖല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ചിത്തൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. കടകളുടെ രൂപം, അതുപോലെ ആളുകളുടെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊള്ളി. സിൽക്ക് ഇവിടെ ഉണ്ട്. വലിയ വലിയ ബ്രാൻഡ് കമ്പനികളൊക്കെ ഇല്ലേ, ഷോപ്പുകളുടെയൊക്കെ, അതൊക്കെ വലിയ വലിയ ടൗണിലൊക്കെ ഉണ്ട്. നമ്മൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ കമ്പനി ബ്രാൻഡുകളൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ട് വമ്പ വിജയിക്കുക. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആളുകൾ ഇറങ്ങുന്ന ഏരിയയിൽ അറ്റങ്ങൾ ബിസിനസ് കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് തന്നെ വമ്പൻ സാധ്യതകളാണ് ചെറുകിട ബിസിനസ്സുകൾക്കൊക്കെ ഈ ഏരിയയിൽ കാണുന്നത്. കടകളൊക്കെ കണ്ടില്ലേ, മനോഹരമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത്രത്തോളം അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിലും ഒരു 10 കൊല്ലം ബാക്കിലാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്കിലും ഒരുപാട് മനോഹരമായിട്ടുള്ള കടകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ അതേ രൂപത്തിൽ ഇവിടെ ഒരു കട ഇടുകയാണെന്നുണ്ടെങ്കിൽ വമ്പൻ വിജയമായിരിക്കും എന്നുള്ളത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അല്ലാതെ തെറിച്ചുകാണ്ട് ഇങ്ങനെ പോയിട്ട് വെറും ട്രാവലിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ ഡ്രൈവിംഗ് മാത്രമല്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റൂവൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനും ഇവിടെ സാധ്യതയാണ്. മനസ്സറിഞ്ഞ് ഇറങ്ങിയാണ്ടല്ലോ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന ആന്ധ്രാപ്രദേശ് അല്ല ഇപ്പോൾ എന്നുള്ളതിന് തെളിവാണ് ഈ റോഡിൻ്റെ 2 സൈഡിലും നോക്കിക്കൊള്ളിട്ടാ. വളരെ ഹൈജീനിക് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി അന്തം വിട്ടതാണ് ആ ഒരു ക്ലീനിങ് കണ്ടിട്ട്. ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബോക്സിൽ തന്നെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അവിടെ മാത്രമേ ഇപ്പോൾ കച്ചറ കാണുന്നുള്ളൂ. വേറെ ഏത് സ്ഥലത്തും കച്ചറ കാണുന്നില്ല. ഈ സെൻറ്ററത്തെ ഡിവൈഡറൊക്കെ നോക്കി, അടിപൊളിയല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ശ്മശാനം കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ വണ്ടികളിലാണ് ആളുകളെ ദഹിപ്പിക്കാൻ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കണേ. ഇങ്ങനത്തെ പല ജാതി വണ്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ശ്മശാനമാണ് കേട്ടോ. ടൗണിൻ്റെ ഏകദേശം ഒത്ത സെൻട്രലായിട്ടാണ് വരിക. അവിടേക്കുള്ളൊരു കവാടാണ് ആ കാണുന്നത്. അവിടെ ഇങ്ങനെ ആയിട്ടൊരു മക്ബറയാണ് തോന്നുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു പള്ളി പോലെ കാണുന്നുണ്ട്. മിനാര കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഏകദേശം ചിറ്റൂർ എന്ന് പറഞ്ഞ പ്രദേശത്തിൻ്റെ സെൻട്രൽ ഏരിയ ആയിട്ട് വരും കേട്ടോ. അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീടുകളൊക്കെ തന്നെ ഈ ഒരു രൂപത്തിലാണ്. പഴമയിലുള്ള ഒരുപാട് വീടുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൾക്കാരെ കൾച്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നെ ഇവിടെ ഹെൽമെറ്റ് ഇടാതെയാണ് എല്ലാവരും യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ഈ മാല പൊട്ടിക്കാൻ വരികയാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെയാണ് ഇവിടെ. ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിക്ക് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഏറെ ഒന്ന് 2 മാസം. പിന്നെ അങ്ങോട്ട് അവിടുത്തെ ശീലങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് നമുക്ക് അവിടെ എന്ത് ചെയ്യണമെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. എനിക്കും അതുപോലെ തന്നെ. പിന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിപൊളിയാണ് ഇവിടെ. അത് മനസ്സിലാക്കിയാൽ മതി. ഇവിടുത്തെ രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസക്കുറവ്, പിന്നെ കർഷകരുമായിട്ടുള്ള ജീവിത രീതികളാണ്. അതുകൊണ്ട് തന്നെ അവർ
ആ ഒരു കർഷകരുമായിട്ടുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, അവരുടെ അടുത്തു നിന്നുള്ള ഒരു പാടത്ത് പണിയെടുത്ത് ആ സാധനങ്ങൾ വിൽക്കുമ്പോഴുള്ള ആ ഒരു ബാർഗൈനിങ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ബിസിനസ്സിൽ നല്ലോണം ഉണ്ട്, ടൗണിലൊക്കെ നല്ലോണം ഉണ്ട്. കാരണം കർഷകരാണ് ഇവിടെ കൂടുതൽ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴേ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യാൻ ടോപ്പ് സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കുറേയൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീടുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും കൂടുതലും ക്ഷേത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതിനോട് ഇടപെടിച്ചിട്ട് പള്ളികളും ഉണ്ടാവും. ചില ഏരിയകളിൽ മാത്രമാണ് ക്രിസ്ത്യൻസുമായി ബന്ധപ്പെട്ട പള്ളികളും ചർച്ചുകളൊക്കെ കാണാൻ സാധിക്കുക. ഇടകലർന്നൊരു ജീവിതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാ ഏരിയയിലും ഇവിടെ ഒന്നും പ്രശ്നങ്ങളെന്ന് പറയത്തക്ക പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ചില ആളുകളുടെ മനസ്സിൽ മാത്രമാണ് ഈ വർഗീയതയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് അവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ പ്രശ്നങ്ങളുള്ളൂ കേട്ടോ. സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കും ആ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ടൗണിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെയാണ് ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിപ്പോയതാണ്. ഫ്രിഡ്ജ് നന്നാക്കുന്ന ഒരു കട കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടികളൊക്കെ കണ്ടില്ല, ഇതുപോലെ മൂടിയിട്ടിട്ടാണ് എല്ലാവരും പോവാറ്. ഒരു കണ്ടെയ്നറിൻ്റെ ഒരു കടയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താല്ലേ എത്ര അപ്ഡേറ്റ് ആയിക്കോട്ട് നോക്കുകയാണെങ്കിൽ. ഇനി ഇവിടെ പറ്റിയില്ലെങ്കിൽ വേറെ ഇടത്തേക്കാട് കൊണ്ടുപോയാൽ പോരത്. പക്ക ഉൾപ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കട കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ. ആൾക്കാരുടെ ഇടപഴകലും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഒരുപാട് സംസാരിക്കും ഇവിടുത്തെ ആൾക്കാർ. അതാണ് ഇവിടുത്തെ ഒരു രീതി. ആ ഒരു ഭാഗത്തേക്കും കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. പക്ക ഉൾഗ്രാമം, അതായത് ടൗണിൽ നിന്ന് മാറിയിട്ട് ടൗണിൻ്റെ ഉൾപ്രദേശങ്ങളിലാണ് ഈ കാണുന്നത്. രണ്ട് പയ്യന്മാർ തതിക്കോട് വരുന്നത് ചുബ്ബൊക്കെ ഇട്ടിട്ട് നമ്മളെ കണ്ടിട്ട് വരികയാണ് തോന്നുന്നുണ്ട്. കേരള ट्रैवलिंग। आपका नाम पेरे रिजवान। ठीक है। योर नाम? मुदस्सिर। ओके ओके। यूट्यूब इंस्टाग्राम में मुझे सवा ये रोड किधर जाता? हाईवे। हाईवे। ओके। क्या करते हैं सब? चिप पेंटिंग जाएगा? हाँ ओके। हाँ ओके ना। ഇവിടത്തൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെയാണ്. നമ്മളെന്താ ചിന്തിക്കേണ്ടത് അറിയോ? നമ്മളെ നാടും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു ഒരു 15-20 കൊല്ലം മുന്നേ. അന്ന് കാലത്ത് ഉണ്ടായിരുന്ന പല കടകളുമാണ് അല്ലെങ്കിൽ പല ബ്രാൻഡുകളാണ് ഇന്ന് വലുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇവിടെ വന്നിട്ട് നല്ലൊരു അവസരമുണ്ട്. നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കുറേ ടൈം എടുക്കും ഒരു സംഭവം വിജയിച്ച് വരുമ്പോഴത്തേന്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ട് പണ്ടുള്ള ആൾക്കാരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെയാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാ ഒരു വളർച്ചയിലേക്ക് കുറഞ്ഞ ടൈം കൊണ്ട് എത്തണം എന്ന് വിചാരിച്ചിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ കുത്തുവാളെടുത്ത് പോവുകയും ചെയ്യും. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനത്തെ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ, ഇതേ കൾച്ചർ തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലൊരു 15 കൊല്ലം ബാക്കിൽ. അപ്പോൾ നമുക്ക് ആ ഒരു അവസരം ഇവിടെ മുതലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. എല്ലാവർക്കും ഒരേ മൈൻഡ് ആവില്ലല്ലോ, പല ആളുകൾക്കും പല ചിന്താഗതിയല്ലേ. ഇവിടുത്തെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. പല ആളുകളുടെയും അവസരങ്ങൾ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കാലങ്ങളെടുത്തിട്ട് ഒരു നല്ലൊരു ബ്രാൻഡ് ക്രിയേഷനൊക്കെ നടത്താനൊക്കെ കഴിയുമെന്നുള്ളതാണ്. ഇതിപ്പോൾ മെയിൻ റോഡിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്ക് എത്തുന്നുള്ളത് നോക്കുക. ഡ്രസ്സുകളൊക്കെ കണ്ടില്ല, ഇതുപോലെ രാവിലെ തിരുമ്പിയിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉണങ്ങി കിട്ടും. പക്ക ഉള്ളേരി കേട്ടാ, പൊളി. അവിടെ എന്തൊക്കെയോ മൂടിയൊക്കെ വെച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ രാത്രിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ. ഇങ്ങോട്ട് പാറി പറന്ന് കണ്ട് മെയിൻ റോഡ് മാത്രം പിടിച്ച് കണ്ട് പോയി വരുന്ന പരിപാടിയല്ല. ഇപ്പം ഏകദേശം 10-35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ യാത്ര തുടങ്ങിയതിന് ശേഷം. അങ്ങനെ പോയി കംപ്ലീറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു യാത്രയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീരേണ്ട നേരം കഴിഞ്ഞ്. എൻ്റെ ആഗ്രഹം അതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് പോണത്. വീട്ടിലേക്ക് വരേണ്ടപ്പോൾ വരും, ഇവിടെ വണ്ടി നിർത്തിക്കാണ്ട് ആരോടും ചോദിച്ചാലും പറയാനൊന്നുമില്ലല്ലോ. പിന്നീട് എവിടെ നിന്നാണ് നിർത്തിയത് അവിടെ തന്നെ തുടങ്ങും ചെയ്യും. വണ്ടി ഒരിക്കലും അങ്ങോട്ട് റിട്ടേൺ കൊണ്ടുവരില്ല. അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. ഇതൊക്കെ കുറേ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് ഈ വീട് പൊളിച്ചതിൻ്റെ ഇതിൻ്റെ ഒക്കെ ആയിട്ടുള്ള.
പക്ഷെ കച്ചറായിട്ട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. നമ്മൾ മൈൻഡിലുള്ള ഒരു ആന്ധ്രാപ്രദേശിൻ്റെ ആ ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത്. വെറും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലുള്ള ആ ഒരു രീതിയല്ല. ഇവിടെങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല. ഈ കച്ചറ കൂടി കിടക്കുന്ന സ്ഥലം അതാ അവിടെ ചിലപ്പം ഈ വേസ്റ്റ് എടുക്കുന്ന സ്ഥലമായിരിക്കാം. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ വേറെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും വേസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കച്ചറകൾ കൂട്ടിയിടുക അങ്ങനത്തെ പരിപാടികളൊന്നും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. മാങ്ങത്തോട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്, തെങ്ങുകളൊക്കെ ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, നൊങ്കുമരം കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കുറേ പാറകളൊക്കെ ഉണ്ട്. ഓരോ നാടിനും അതിൻ്റെതായ പ്രത്യേകതകളും വിശേഷണങ്ങളൊക്കെയാണ്. ഏതെങ്കിലും കുറച്ച് ആൾക്കാർ എന്തെങ്കിലും കാട്ടുണ്ടെന്ന് കരുതിയിട്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. വീടുകളൊക്കെ കണ്ടില്ല എന്ത് മനോഹരമായിട്ടുണ്ട് എന്നുള്ളത്. സിമ്പിളായിട്ട് ഉള്ളത് ഇങ്ങോട്ട് മൊഞ്ചാക്കിയിട്ടുണ്ടാവും. അത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഒക്കെ എത്താം. ഒരു പാറിനോട് ചാരിയിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ സ്റ്റെപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ പാറക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ വീടുകളും ഇടകലർന്ന വലിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വലിയ വീടുകളൊക്കെ ചിലപ്പോൾ നല്ല കൃഷിയിടങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കാം. ഈ ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അതിലെ പണിക്കാരുമായിരിക്കാം. അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു രൂപമാണ്. അങ്ങനെ ഈ ഒരു ഏരിയക്ക് വന്നപ്പോൾ അവിടെയും നല്ലൊരു മനോഹരമായൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകളും ഇവിടെ ഇങ്ങനെ മുരിങ്ങമരൊക്കെ ഉണ്ട് കേട്ടോ. പൊളി. ഇത് റോഡിൻ്റെ എൻഡിങ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റും. ക്ഷേത്രം നോക്കുകയാണെ അടിപൊളി. ഒരു പക്ക വില്ലേജ്, അതിൻ്റെ ഉള്ളിലെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ആ ഒരു മനോഹാരിതയാണ് കേട്ടോ എടുത്ത് പറയേണ്ടത്. ഒരുപാട് ക്ഷേത്രങ്ങളാണ് നമുക്ക് ഈ ഉള്ളേരിയയിലൊക്കെ കാണാൻ സാധിക്കുക. ഇതുപോലെ വർണ്ണം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. നല്ല ഡിസൈനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ ഇങ്ങനെ ഒരു പാറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു അംഗനവാടി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെയും ഗവൺമെൻറ്റിൻ്റെ എന്തോ വേറൊരു സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. പക്കം കണ്ട് ഉള്ളേരിയൊക്കെ എത്തിക്കണേ. ഇനി ഇവിടെ നാട് വീടുകൾ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ടൗണുകളും അതിൻ്റെ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ഏരിയയിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഇവിടെ ചെറിയൊരു കടയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ വൈബ് അല്ലേ. ചുറ്റുപുറം പാറക്കെട്ടുകൾ കൊണ്ടൊക്കെ ഉള്ള മലനിരകൾ കേട്ടോ. പൊളി. ഈ ഒരു ഏരിയയിലായിട്ട് ഇങ്ങനെ ഒരു വെള്ളക്കെട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ആയിട്ട് അവിടേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. എന്താ അല്ലേ നാച്ചുറൽ ആയിട്ടുള്ളൊരു പൊളി. ഇടയിൽ മരങ്ങളൊക്കെ കാണുന്നുണ്ട്, പോസ്റ്റുകൾ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ എന്തോ ഒരു കൃഷിയിടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. റോഡുകൾ കോൺക്രീറ്റും താറൊക്കെ കൂടിയുള്ള മിക്സാണ്. ഇവിടെ ഇങ്ങനെ മാർബിളിൻ്റെ കല്ലുകൾ എടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അതിനനുസരിപ്പിച്ചിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, സമചതുരാകൃതിയിലൊക്കെ. ഇവിടെ കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ മാവിൻ്റെ തോട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പോകുന്ന ഏരിയയിലൊക്കെ പൂവിട്ട മാവുകളൊക്കെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെ പൂവിട്ടതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒക്കെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയക്ക് സീസൺ ആയി വരുന്നതേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കാം. നമ്മൾ പോകുന്ന റോഡുകളൊക്കെ ഇതേപോലെയാണ് കേട്ടോ. മണ്ണായി റോഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വഴി. മറ്റേ ധാറും കോൺക്രീറ്റൊന്നും ഇല്ല. ഇത് എവിടേക്കാ പോവാന്നുള്ളത് നോക്കേണ്ട വേണം. എന്തായാലും പൊളി. ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ 2 റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. ആ റോഡ് ഒരു വില്ലേജിൻ്റെ ഉള്ളിലേക്കാണെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ കുറച്ച് വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ പോവാം. ഇവിടെ കുറച്ച് പശുക്കളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷീരകർഷകൻ ഉള്ളൊരു ഏരിയയാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് മറ്റേ പുല്ലൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടാണ് ഒരു ട്രാക്ടർ, ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ക്യാന്, പശു, വേറെ ലെവല്. ഒന്നാമത് ഇവിടെ ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളായി മാറുന്നത്. നമ്മുടെ കേരളത്തിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 ഇരട്ടി 5 ഇരട്ടിയായിട്ട് വലിപ്പമുണ്ട് ആന്ധ്രാപ്രദേശ്.
ആദ്യ കാലങ്ങളിൽ തെലങ്കാന എന്ന് പറയുന്നതും ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നതും ഒന്നായിരുന്നു. നിങ്ങൾ മാപ്പിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്നു എന്നാണ് തോന്നുന്നത്. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് തെലങ്കാനയും ആന്ധ്രയും കൂടി ഒരുമിച്ചുള്ള സമയത്ത്. ഇപ്പം 5ാം സ്ഥാനമായിട്ടാണ് ആന്ധ്രാപ്രദേശിനുള്ളത്. ഈ തെങ്ങുകളും കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിനോട് ഒരു സാമ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം നാട്ടിലെ ഒരു ഉൾഗ്രാമ പ്രദേശങ്ങളിൽ ഇതുപോലത്തെ കാഴ്ചകളാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുക. വീടുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാലേ വളഞ്ഞു പൊളഞ്ഞ റോഡ്. ഇവിടെ മാമ്പഴ കൃഷിയാണ് കാണാൻ സാധിക്കുന്നത്. മാമ്പഴത്തോപ്പുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ചെറുതായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇവിടെ ചില മരങ്ങൾ. നമ്മൾ പളമിനീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴാണ് മാമ്പഴത്തിന്റെ ഒരു ഏരിയ, അതായത് പളമിനീർ എന്ന് പറയുന്നത് മാമ്പഴത്തോപ്പുകൾക്ക് പേര് കേട്ട സ്ഥലം, അതുപോലെ കയറ്റുമതിയൊക്കെ ചെയ്യുന്ന ഏരിയയാണ്. ഇതൊക്കെ പൂവിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ തോപ്പുകളാണ്, ഹൈറ്റ് കുറഞ്ഞ മാവിൻ തൈകൾ. കൊള്ളാം. ഇനി നമ്മള് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാടി, മെയിൻ റോഡ് എത്തിയിട്ടാ പൊളി. ഇത് എവിടുക്കാന്നുള്ളത് ഇനി പഠിച്ചവനക്ക് അറിയാം, അന്വേഷിച്ച് നോക്കാം. നമ്മളവിടെ 6 വരിപ്പാത വരുമ്പോൾ വലിയ പൊങ്കാല ഇടണില്ലേ, അത് ഇപ്പോഴാണ് കൊണ്ടുവരേണ്ടത്. ഇങ്ങോട്ട് നോക്കാനേ ആന്ധ്രാപ്രദേശിലെ റോഡുകൾ, ആന്ധ്രാപ്രദേശിനല്ല പുറത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ഒരുപാട് റോഡുകളാണ്. എവിടെ നോക്കിയാലും റോഡ് പണികളും വലിയ റോഡുകളൊക്കെയാണ് പുറത്തൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വന്ന സ്ഥലത്തേക്ക് ഇനി ചിറ്റൂര്, അതായത് 5 കിലോമീറ്റർ ഉള്ളൂ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് ആകെ 178 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. പൊളി. ചെന്നൈക്ക് 158. ഇതൊരു ബൈപ്പാസ് ആണ് ഈ കടന്നു പോകുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ ഹോട്ടലുകളൊക്കെ തന്നെ കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്.